നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ദേവമംഗലത്തെ പുരുഷ കേസരികളെല്ലാം കൂടെ ചേർന്ന് ഒരു ട്രിപ്പ് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് മിത്രയ്ക്കും മീനാക്ഷിക്കും ഒക്കെ നല്ല സങ്കടം ഉണ്ടായിരുന്നു. തങ്ങളെ കൂടാതെ ഇവര് തന്നെ ട്രിപ്പ് പോകുന്നു എന്നൊരു ചിന്തയൊക്കെയായിരുന്നു മനസ്സിൽ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അച്ഛന്റെ തീരുമാനമല്ലേ, അതിനെ എതിർക്കാൻ പറ്റില്ലല്ലോ. ഇതോടൊപ്പം ശ്രീദേവിക്ക് സങ്കടം വേറൊന്നും ആയിരുന്നില്ല. ആനന്ദേട്ടൻ ട്രിപ്പ് പോയിട്ട് വന്നു കഴിയുമ്പോൾ തന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കും. ആനന്ദേട്ടൻ അത് പറഞ്ഞു കഴിഞ്ഞു. ഒരു പക്ഷേങ്കിൽ തന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിടുമായിരിക്കും. അതായിരിക്കും ആനന്ദേട്ടന്റെ മനസ്സിലെ തീരുമാനം. താൻ പിന്നെ ഈ വീട്ടിലുണ്ടായിരിക്കില്ല. സത്യങ്ങളൊക്കെ ഈ വീട്ടിലുള്ള എല്ലാവരും അറിയും. അപ്പൊ കൂടി വന്നിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം അതോടുകൂടി തന്റെ ഇവിടുത്തെ ജീവിതം തീരും. എന്ത് ചെയ്യണമെന്ന് അറിയുണ്ടായിരുന്നില്ല ശ്രീദേവിക്ക്. ആനന്ദ് പക്ഷേങ്കിലോ അതൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതി. ഈ വീട്ടിൽ നിൽക്കുന്നത്ര സമയം തനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആനന്ദിന്റെ മനസ്സിൽ. ആനന്ദ് ഒടുവിൽ എന്ത് ചെയ്തു, ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുവാണ്. ഈ സമയത്ത് മീനാക്ഷി ആകാശിനോട് പറഞ്ഞു, എന്നാലും ആകാശേട്ടാ കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ, അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് പറഞ്ഞു. എന്ത്? അല്ല, ഞങ്ങൾ ആരും കൊണ്ടുപോവാതെ നിങ്ങൾ തനിച്ചു. ഓ അതാണോ? ഞങ്ങൾ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്ന എനിക്ക് ഇഷ്ടമില്ലേ? ഈ പെണ്ണുങ്ങളെയും കൊണ്ടൊക്കെ പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങളാകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരുമെന്ന് പറഞ്ഞു. ഓ അപ്പം ഞങ്ങൾ പെണ്ണുങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ലേന്ന് ചോദിച്ചു. അതെ, ഇപ്പം അച്ഛന് തന്നെ തോന്നി തുടങ്ങി എന്ന് പറഞ്ഞു. കൊള്ളാം, എന്താണെങ്കിലും നിങ്ങൾ പോയി അടിച്ചു പൊളിച്ചിട്ട് വരാൻ പറഞ്ഞു. ഈ സമയം മിത്രയുടെ ആര്യം പറഞ്ഞു, അതെ ഞങ്ങൾ പോയിട്ട് വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാന്ന് പറഞ്ഞു. മിത്ര പറഞ്ഞു, വിശേഷങ്ങളൊന്നും വലിയതേയും പറയാനൊന്നുമില്ല, അത് അറിയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. ഓ അപ്പത്തേനും അങ്ങോട്ട് പിണക്കമായോന്ന് ചോദിച്ചു. പിണങ്ങേണ്ട കാര്യമൊന്നുമില്ല, അച്ഛന് എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല, ഞങ്ങൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ട്രിപ്പ് വിടണമെന്ന്. അച്ഛനെ ഇങ്ങനെ മനസ്സിൽ തോന്നിയത് ഒരു നല്ല കാര്യമാണെന്നാ എനിക്കും തോന്നണേന്നൊക്കെ പറഞ്ഞു. ആ സമയം മുറിയില് ബാലൻ ഗോമതിയോട് പറഞ്ഞു, ഗോമതി നീ എൻ്റെ കുറച്ച് ഡ്രസ്സ് എടുത്ത് പായ്ക്കുക പറഞ്ഞു. അതിനാ ബാലേട്ടൻ്റെ ഡ്രസ്സൊക്കെ പായിക്കുന്നേ? ഞാനും അവരോടൊപ്പം പോകുന്നുണ്ട്. ബാലേട്ടൻ പോന്നോ? അതിനാ ബാലേട്ടൻ പോന്നേ? ബാലേട്ടൻ പറഞ്ഞു ബാലേട്ടൻ പോകുന്നില്ലെന്നല്ലേ പറഞ്ഞേ? അങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷേ എനിക്കിവിടെ പോണമെന്ന് പറഞ്ഞു. ഞാനും കൂടി ഇല്ല ശരിയാകത്തില്ല, അവരെ തന്നെ അങ്ങ് വിട്ടിട്ടുണ്ട്, എങ്ങനെ ശരിയാന്നേ? കോമതി പറഞ്ഞു, എന്റെ ബാലേട്ട അവര് കുഞ്ഞു പിള്ളേരൊന്നും അല്ലല്ലോ, അവര് പോയി അടിച്ചു പൊളിച്ചിട്ട് വരട്ടെ. ഇനിയിപ്പോ ബാലേട്ടൻ ചെന്നിട്ട് അങ്ങോട്ട് പോവരുത് ഇങ്ങോട്ട് പോവരുത്, അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് കൊളമാക്കേണ്ട കാര്യമുണ്ടോന്ന് ചോദിച്ചു. അതെ, അതിന്റെ ആവശ്യമൊന്നുമില്ല, നീ കണ്ടോ ഈ ബാലന്റെ മറ്റൊരു മുഖം നീ കാണാൻ പോകുന്നുള്ളെന്ന് പറഞ്ഞു. എന്ത്? നീ ഇനി പലതും കാണാൻ പോകുന്നുള്ളൂ ഗോമതി എന്ന് പറഞ്ഞു. ഈ വീട്ടിലൊരു മാറ്റം കൊണ്ടുവരണം, മാറ്റം അനിവാര്യമാണ്. ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. ഈ ഗോമതി സ്റ്റോഴ്സ് ബാലൻ കുറച്ചൊക്കെ മാറാനുണ്ടെന്ന് പറഞ്ഞു. തിരികെ വരുമ്പത്തേനും ആനന്ദിനെ ഞാൻ പഴയ പടിയാക്കിയിരിക്കുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗോമതി ചോദിച്ചു, അതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണോ ബാലേട്ട? നടക്കും, നീ നോയിക്കോ. ഈ ബാലൻ പറഞ്ഞാൽ നിനക്ക് വിശ്വാസം ഇല്ലേന്ന് ചോദിച്ചു. എല്ലാം ബാലേട്ടൻ്റെ ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ നടക്കട്ടെ, പക്ഷെ ഞങ്ങളെ കൂടെ കൊണ്ടുപോവായിരുന്നു. നിങ്ങൾ വന്നിട്ടുണ്ട് ശരിയാകത്തില്ലേ ട്രിപ്പ്? ഈ ട്രിപ്പ് അടിച്ചു പൊളിക്കാനുള്ള ആനന്ദിന്റെ മനസ്സ് മാറ്റാനുള്ള അറിയാലോ, അതുകൊണ്ട് ഞങ്ങളൊന്ന് പോയി പൊളിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഗോമതി എന്ത് ചെയ്തു, ബാലിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുവാണ്. ബാലിന് ഇതിനു വേണ്ടി കുറച്ച് നല്ല നല്ല ഡ്രസ്സുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്രയും കാലം ബാലിനാണെങ്കിലോ ഫ്രീക്കുമാരുടെ ഷർട്ടും കാര്യങ്ങളൊന്നും ഇടുകയുണ്ടായിരുന്നില്ല. ഒരുമാതിരി പ്രായം ചെയ്യുന്ന ആൾക്കാരെ ഇടുന്ന മോഡലുള്ള ഷർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, നല്ല അടിപൊളി ഷർട്ടും കാര്യങ്ങളൊക്കെ ബാലിന് ഇതിനു വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബാലിനെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. ഗോമതി പോലും അതൊക്കെ മടക്കി വെക്കുന്ന സമയത്ത് അമ്പരന്ന് പോയി. പിന്നീട് ഗോമതി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും മീനാക്ഷിയും ഇത്രയൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മീനു പറഞ്ഞു, എന്നാലും ഇത് കുറച്ച് കഷ്ടമായിപ്പോയി അപ്പച്ചെന്ന് പറഞ്ഞു. എന്ത്? അല്ല, നമ്മളെ ഒന്നും കൊണ്ടാവാതെ അവർ പോകുന്നതായി. ആ സമയത്ത് ആകാശും ആര്യനും ധർമ്മനും ഒക്കെ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. കോമതി പറഞ്ഞു, അവര് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. എന്നാലും നമ്മളും കൂടെ ഉണ്ടായിരുന്നെങ്കിലോ, നമുക്കൂടെ കൂടി അടിച്ചു പൊളിക്കായിരുന്നല്ലോ. ഇപ്പൊ ഇവര് തന്നെ പോയി അടിച്ചു പൊളിക്കും, നമ്മൾ ഈ അടുക്കളക്കകത്ത് കഴിയണ്ടെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോ ആകാശ് പറഞ്ഞു, കണ്ടോ ഇവർക്ക് എല്ലാവർക്കും അസൂയ ഞങ്ങളോട്. എങ്ങനെയെങ്കിലും ഞങ്ങൾ ഈ ട്രിപ്പ് ഒന്ന് പോയി എൻജോയ് ചെയ്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, അതെ, എത്രയോ കാലത്തിന് ശേഷം അളിയനൊന്നും സമ്മതിക്കുന്ന ഇങ്ങനെ ഒരു ട്രിപ്പ് പോകാനായിട്ട്. എന്നും വീട് ജോലി തിരക്കും കാര്യങ്ങളും, ഒന്നിനും പോവാനോ ഒരിടത്തൊന്നും സ്പെൻഡ് ചെയ്യാനോ ഒന്നും സമയം കിട്ടാറുണ്ടായിരുന്നില്ല. പക്ഷെ ആദ്യമായിട്ട് അളിയനൊരു നല്ല ബുദ്ധി തോന്നിയെന്ന് പറഞ്ഞു. ഈ സമയം ആനന്ദിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുമായിരുന്നു. കോമതിച്ച്, എന്താടാ ആനന്ദേ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണമെന്ന് ചോദിച്ചു. ആനന്ദ് പറഞ്ഞു, ഒന്നുമില്ലാന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോ ആര്യം പറഞ്ഞു, ആനന്ദാണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേനും ആള് ചില്ലായിക്കോളും,
ആൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അല്ലേ ആനന്ദേട്ടാന്ന് ചോദിച്ചു. ആനന്ദേന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഈ സമയം ആകാശം വന്ന് ആനന്ദിന്റെ തോളെ തട്ടിട്ട് പറഞ്ഞു, ആനന്ദേട്ടാ ആനന്ദേട്ടൻ ഒന്നും ഓർത്തും വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ അല്ലേ കൂടെയുള്ള കട്ട സപ്പോർട്ടുമായിട്ട്. ആനന്ദേട്ടൻ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവരൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങണം. ഈ സമയത്ത് ബാലം മുറിക്കകത്ത് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എടാ നിക്ക് അച്ഛനും കൂടെ വരട്ടെ എന്ന് പറഞ്ഞു. ഓ ശരിയാ, അച്ഛനോട് യാത്ര പറഞ്ഞില്ലല്ലോ, യാത്ര പറഞ്ഞിട്ട് പോകാന്നൊക്കെ പറഞ്ഞു. ഈ സമയം ഗോമതി വിളിക്കുകയാണ്, ബാലേട്ടാന്ന് പറഞ്ഞൊരു ഒന്ന് വിളിക്കുകയാണ്. ആ വിളി വെച്ച് കിട്ടിഞ്ഞപ്പോ ബാലൻ പറഞ്ഞു, ഗോമതി ഞാനിതാ വരുന്നെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവരോർത്തെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് വരുന്നതായിരിക്കും എന്നൊക്കെ ഓർത്തുകൊണ്ട് ആകാശും ആനന്ദും ആര്യനും ഒക്കെ അവിടെ മുറ്റത്ത് തന്നെ നിൽക്കുകയാണ്. ഈ സമയം ശ്രീദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഒരു പക്ഷെ ഇവരൊക്കെ പോയി എൻജോയ് ചെയ്ത് വന്ന് കഴിയുമ്പോഴത്തേനും താമ്പിനി ഈ വീട്ടിലുണ്ടായിരിക്കില്ല. തൻ്റെ ദിവസങ്ങൾ ഈ വീട്ടിൽ എണ്ണപ്പെട്ടു. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞു വന്നു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, മോളെ നീ എന്തിനാ സങ്കടപ്പെടുന്നേ? അവര് 2 ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരില്ലേ, സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എനിക്കറിയാം മോളുടെ സങ്കടത്തിന്റെ കാര്യം എന്താന്ന്. ഒരു പക്ഷെ ആനന്ദും കൂടെ പോകുന്നുണ്ടല്ലോ. ഈ സമയത്ത് ആനന്ദ് ശ്രീദേവിയോടൊപ്പം നിൽക്കേണ്ടതാ. പക്ഷെ താങ്ങും തണലും ആണ്ട് ആള് പോകുവാണല്ലോ എന്നൊരു ചിന്ത ഉള്ളതുകൊണ്ടായിരിക്കുന്നത്. പക്ഷെ ദേവിയുടെ മനസ്സിൽ അതൊന്നുമല്ല. ആനന്ദാണ് ഈ യാത്ര കഴിഞ്ഞ് പോകാൻ തന്നെ വീട്ടിൽ കൊണ്ടേ വിടുമെന്നുള്ള ചിന്തയാന്നുള്ള കാര്യം ഗോമതിക്ക് അറിയണ്ടായിരുന്നല്ലോ. അപ്പോഴേക്കാണ് ബാലൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ബാലൻ ഭയങ്കര സ്റ്റൈലില് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല ഫ്രീ കട്ട് ഷർട്ടൊക്കെ ഇട്ട് പാൻ്റൊക്കെ ഇട്ട് അങ്ങനെ ഇറങ്ങി വരുവാണ്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആര്യൻ അന്താളിപ്പോഴും ഇങ്ങനെ നോക്കുവാണ്. അപ്പോഴേക്കും ധർമ്മനൊന്ന് നോക്കി ആകാശനോട് തെങ്ങ് നോക്കടാന്ന് പറഞ്ഞു. നോക്കി കഴിഞ്ഞപ്പോൾ ബാലനെ കണ്ടു. ബാലനെ ഇങ്ങനെ ഭാഗത്ത് നോക്കി ഭയങ്കര അടിപൊളിയായിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. കാരണം അവരെക്കാളും കൂടുതൽ ചെറുപ്പമായിട്ടുണ്ടായിരുന്നു ബാലന്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പം മിത്ര മീനാക്ഷിയോട് പറഞ്ഞു, മീനാക്ഷിച്ചി ഞാനെന്താ വല്ല സ്വപ്നം കാണുന്നതെന്ന് ചോദിച്ചു. അങ്കിളിനെ നോക്കാൻ പറഞ്ഞു. മീനാക്ഷി അന്തം വിട്ടുപോയി. ഇങ്ങനെ ഒരു സ്റ്റൈൽ ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ധർമ്മം ചോദിച്ചു, എന്താ അളിയെന്ന് ചോദിച്ചു. അളിയനിത് എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചു. എങ്ങോട്ടെന്നോ? നമ്മൾ ട്രിപ്പ് പോവല്ലേ? അതപ്പം ഞങ്ങൾ തന്നെയല്ലേ പോന്നേ? ഇല്ല ഞാനും ഉണ്ടെന്ന് പറഞ്ഞു. ആകാശ് ആര്യനോട് പറഞ്ഞു, എങ്കിൽ ഈ ട്രിപ്പ് എപ്പോൾ കുളവായെന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അച്ഛനും കൂടി ഉണ്ടെങ്കിൽ ഇടം വലം മിക്കവാറും വിടത്തില്ലായിരുന്നു പറഞ്ഞു. ഈ സമയം ധർമ്മ ചോദിച്ചു, എന്താ അളിയ അളിയന്റെ വേഷവും കോസ്റ്റ്യൂം ഒക്കെ ആകെപ്പഴും മാറ്റമുള്ളെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ടൂറ് പോവല്ലേ, അല്ലാതെ കാശിക്ക് പോകുന്നല്ലോ, അപ്പൊ അടിച്ചു പൊളിച്ച് തന്നെ പോണെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗോമതി പറഞ്ഞു, ഇപ്പൊ ബാലേട്ടനെ കണ്ടിട്ടുണ്ടെങ്കിലേ ഇവരുടെയൊക്കെ അനുജനാന്നോ പറയുള്ളൂ, ഒരിക്കലും അച്ഛനൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞു. ആര്യം പറഞ്ഞു, അത് ശരിയാ, അടിപൊളിയായിട്ടുണ്ട് അച്ഛന്റെ ഈ വേഷം ലുക്കും മട്ടും ഭാവം എന്നൊക്കെ പറഞ്ഞു. ആ സമയം ബാലൻ പറഞ്ഞു, നീയൊക്കെ എന്നെ കുറിച്ച് എന്താ കരുതിയിരുന്നേ? ഈ കോമഡി ഷോർട്സ് ബാലൻ ആരാ നീയൊക്കെ അറിയാൻ പോകുന്നുള്ളെന്ന് പറഞ്ഞു. എന്നാ ശരി നമുക്ക് വിട്ടാലോ, ഇപ്പൊ തന്നെ നമുക്കുള്ള വണ്ടി വരുമെന്ന് പറഞ്ഞു. അവരൊക്കെ ഒരു അന്താളിപ്പോടെ ഇങ്ങനെ നോക്കുവാണ്. മീനാക്ഷിക്കും മിത്രയ്ക്കും ഒന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ബാലന്റെ ആ മാറ്റം. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ അവരെ കൊണ്ടുള്ള കാറ് വന്നു. അങ്ങനെ അവരെല്ലാം കാറിലേക്ക് കയറി യാത്ര പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേനും മീനാക്ഷി ഒന്ന് ഗോമതിയോട് പറഞ്ഞു, എന്നാലും എൻ്റെ അമ്മേ സമ്മതിച്ചു വന്നിരിക്കുന്നു പറഞ്ഞു. എന്ത്? അല്ല അച്ഛൻ്റെ ഈ മാറ്റം എന്തൊക്കെയാ ഇവിടെ നടക്കണേ, എന്തൊക്കെയാ കാണുന്നേ? ഇപ്പം നമ്മൾ ആരായി? അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, അവര് പോയി അടിച്ചു പൊളിച്ചു വരട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അടിച്ചു പൊളിച്ചു വരട്ടെ, നമ്മളെ കൊണ്ടുവരാതെ പോയതല്ലേ, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, നമുക്കും അടിച്ചു പൊളിക്കണ്ടേന്ന് ചോദിച്ചു. അത് കേട്ടപ്പം മിത്ര പറഞ്ഞു, ശരിയാ നമുക്കും വേണം മീനാക്ഷി ചേച്ചി, നമ്മളും വിട്ടു കൊടുത്തിട്ട് കാര്യമില്ല എന്നൊക്കെ പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.